ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന അവസ്ഥ നോക്കിയിട്ട് പുറത്തുള്ള ആളുകളോട് വിവരം പറയുന്നത് മഹാന്മാർക്ക് അല്ലാഹു നൽകിയ വലിയൊരു ബഹുമാനമാണ്. ഖബറിന്റെ ഉള്ളിൽ അമല് ചെയ്യുക അതും വലിയ ബഹുമാനമാണ്. 50 കൊല്ലക്കാലം തഹജ്ജുദിന് എഴുന്നേറ്റുകൊണ്ട് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇൻ കുൻത അഅതൈത അഹദൻ മിൻ ഖൽഖിക സ്വലാത ഫീ ഖബ്രിഹി ഫഅതിനിഹാ. അല്ലാഹുവേ, നിന്റെ പടപ്പുകളിൽ ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ നീ അവസരം കൊടുക്കുന്നുവെങ്കിൽ എനിക്കത് തരണേ അല്ലാഹ്. എന്നെ ഞാൻ മരിച്ചിട്ട് ഖബറിലേക്ക് അങ്ങോട്ട് ജനങ്ങൾ കൊണ്ടുപോയി കിടത്തിയാൽ എനിക്ക് ആ ഖബറിൽ നിസ്കരിക്കാൻ നീ അവസരം തരണം എന്ന് 50 കൊല്ലം ദുആ ചെയ്ത മഹാനാണ് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു. ചെറിയ ആളാണെന്ന് കരുതരുത്. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂലിന് 10 കൊല്ലം ഖിദ്മത്ത് എടുക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനല്ലേ അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു. എന്റെ ഉപ്പമാരോട് സഹോദരങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത് വല്ലാത്തൊരു പൊരുത്തമാണ്. അനസ് റളിയല്ലാഹു അൻഹു എപ്പോഴും വീട്ടിൽ നിന്നിറങ്ങുമ്പോ 2 കൈയിന്റെ മേൽഭാഗത്തും അത്തർ പൂശുന്നൊരു സ്വഭാവമുണ്ട്. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എന്തിനാണ് അനസ് തങ്ങളെ ഇങ്ങനെ അത്തർ തേക്കുന്നത്? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ശിഷ്യൻ സാബിത്തുൽ ബുനാനി എന്നെ കണ്ടാൽ എപ്പോൾ കാണുമ്പോഴും 2 കൈയും ഇങ്ങനെ മുറുകെ പിടിക്കും. എന്നിട്ട് തുരുതുരാ എന്റെ കരം ചുംബനം നടത്തും. എന്നിട്ട് പറയും, അല്ലാഹുവിന്റെ റസൂലിന്റെ കരം സ്പർശിക്കാൻ ഭാഗ്യം കിട്ടിയൊരു കൈയല്ലേ, എങ്ങനെ ഞാൻ ചുംബിക്കാതെ വിടും? എപ്പ കണ്ടാലും എന്റെ ശിഷ്യൻ എന്റെ കൈ പിടിച്ചുകൊണ്ട് മുത്തും. നമുക്ക് അങ്ങനെ ഒരു പൊരുത്തം കിട്ടണമെങ്കിൽ ചുംബനം സുന്നത്തുള്ളവരെ കൈയൊക്കെ ചുംബിക്കണം. കൈ ചുംബിക്കൽ സുന്നത്തുള്ള ഒരു വിഭാഗമാണ് ബാപ്പയും ഉമ്മയും, വല്യുപ്പയും വല്യുമ്മയും. ഇവിടെ വല്യപ്പാന്നല്ലേ പറയാ, വേറെ പേരുണ്ട്. ഉപ്പാപ്പ, അങ്ങനെ ഉപ്പാപ്പയും ഉമ്മാമയും. ആളുകൾക്ക് അത് സംശയം, സ്വന്തം ബാപ്പാന്റെ കൈ പിടിക്കും. അതെ, ബാപ്പ അത്ര വലിയ ആലിമൊന്നുമല്ല, ബാപ്പ ഒരു കച്ചവടക്കാരനാണ്. ശരി, ബാപ്പക്ക് ക്വാളിഫിക്കേഷൻ അടിസ്ഥാനത്തിലല്ല, ബാപ്പക്ക് ഇൽമിന്റെ ഉയർച്ചയോ ഇബാദത്തിന്റെ ഉയർച്ചയോ നോക്കിയിട്ടല്ല ചുംബനം സുന്നത്തായത്. ബാപ്പ നമുക്ക് ജന്മം നൽകുന്നതിന് നിമിത്തമായി കാരണമായി വർത്തിച്ചു എന്ന നിലക്കാണ്. അതാണ് ബാപ്പക്കും ഉമ്മക്കുള്ള ഏറ്റവും വലിയൊരു സ്ഥാനം. അവര് വിജ്ഞാനം കുറഞ്ഞവരാണെങ്കിലും നിന്റെ കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ നിന്റെ അത്ര ഇൽമ അവർക്കില്ലെങ്കിലും നിനക്ക് എല്ലാ ഭാഷയും എഴുതാനും വായിക്കാനും അറിയും. ബാപ്പക്ക് അങ്ങനെ അറിയില്ല, നീ നോക്കണ്ട. ഉപ്പാക്ക് അങ്ങനെ നിന്നെ പോലെയുള്ള ബിരുദങ്ങളൊന്നുമില്ല. നിന്റെ സർട്ടിഫിക്കറ്റ് തന്നെ വെച്ചാൽ ഒരു പെട്ടി നിറയുണ്ടാവും. ബാപ്പക്ക് അത്രയൊന്നുമില്ല. ബാപ്പാകെ 5ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് 9ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, മതി. ആ ഉപ്പ എന്ന അർത്ഥത്തിലുള്ള ആ ഒരു ബഹുമാനം ചെറുതല്ല. ഉമ്മ എന്ന നിലക്കുള്ള ബഹുമാനവും ചെറുതല്ല. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു എന്നെ കാണുമ്പോഴൊക്കെ കൈപിടിച്ച് ചുംബിക്കും. അതുകൊണ്ടാണ് ഞാൻ അത്തർ തേക്കുന്നത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ അനസ് റളിയല്ലാഹുവിന്റെ ശിഷ്യനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു 50 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു. എപ്പോഴാ ദുആ? അന്തിപ്പാതിര നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം എന്താണ് ദുആ ചെയ്തത്? നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ അവസരം കൊടുക്കുന്നുവെങ്കിൽ ഫഅതിനിഹാ, എനിക്കത് നൽകണേ അല്ലാഹ്. നിസ്കാരം, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു ഖബറിലേക്ക് വെച്ചു. സഹോദരങ്ങളെ, ഖബറിലേക്ക് വെച്ചിട്ട് മുകൾ ഭാഗത്ത് കല്ലിങ്ങനെ അടുക്കി വെച്ചു. മൂടുകല്ല് വെക്കുക എന്ന് കേട്ടിട്ടില്ലേ? കല്ലൊക്കെ അടുക്കി വെച്ച ശേഷം മണ്ണ് വാരിയിടാൻ വേണ്ടി കല്ല് ക്ലിയർ ആക്കി വെച്ച ആള് മുകളിലേക്ക് കയറിയപ്പോ ഒരു ഭാഗത്ത് നിന്ന് ഒരു കല്ല് താഴോട്ട് വീണുപോയി. ഒരു ഇഷ്ടിക താഴോട്ട് വീണപ്പോ അതൊന്ന് എടുത്ത് ശരിയാക്കി വെക്കാൻ വേണ്ടി വീണ്ടും ഖബറിലേക്ക് ഇറങ്ങിയപ്പോ വഹുവ ഖായിമുൻ യുസല്ലി
സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു നിന്ന് നിസ്കരിക്കുന്നു. ഖബറിലേക്ക് വെച്ച ഉടനെ തന്നെ അല്ലാഹു തആല തൗഫീഖ് നൽകി, ഭാഗ്യം നൽകി. മണ്ണൊക്കെ മൂടിയിട്ട് അവര് പുറത്തു പോകുമ്പോ യസ്മഊന തിലാവത്തൽ ഖുർആനി മിൻ ഖബരിഹി, ആ ഖബറിനകത്ത് നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കുന്നു. എന്തൊരു സന്തോഷാണ്! ഖബറിന്റെ ഉള്ളിൽ സ്വന്തം ഉസ്താദിന്റെ വലത്തെ കൈ അനങ്ങാത്തത് കണ്ടപ്പോ എത്രയോ സമയം ആ ഖബറിന്റെ സമീപത്തിൽ നിന്ന് ദുആ ചെയ്ത് ആ കൈയിന് ശരിയായ സൗന്ദര്യാവസ്ഥ വാങ്ങിക്കൊടുത്തില്ലേ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഖബറാകത്തുസ്താദേ കുറവാക്കി കണ്ടാരേ, ഖബറങ്ങൾ നിന്നിട്ട് നികിച്ച് വിട്ടോവർ. അവിടുത്തെ ഉസ്താദായ ശൈഖ് ഹമ്മാദുദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മഹാനുഭാവന ഖബറിന്റെ ഉള്ളിൽ വലത്തെ കൈ അനങ്ങാത്തത് കണ്ടപ്പോ വലത്തെ കൈയിന് സ്വാധീനത്തിന്റെ കുറവ് കണ്ടു, ഇടത്തെ കൈയിന് പ്രശ്നമില്ല, രണ്ട് കാലുകൾക്കും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കൊന്നും പ്രശ്നമില്ല. വലത്തെ കൈയിന് സ്വാധീനത്തിന്റെ കുറവ് കണ്ടപ്പോൾ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കുറെ നേരം അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്ത ശേഷം പിന്നെ മഹാനവർകൾ ഉസ്താദിന്റെ ഖബറിന്റെ ഉള്ളിൽ വലത്തെ കൈ ഇടത്തെ കൈ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന അവസ്ഥയും അതിന്റെ നല്ല സന്തോഷകരമായ അവസ്ഥയും കണ്ടപ്പോ തിരിച്ചു നിന്നുകൊണ്ട് ശിഷ്യന്മാരിലേക്ക് തിരിച്ചു നിന്നുകൊണ്ട് പുഞ്ചിരിക്കുമ്പോ ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഉസ്താദേ, കുറെ നേരം നിങ്ങൾ ഒറ്റക്ക് തന്നെ സിയാറത്ത് ചെയ്തല്ലോ, എന്താണ് അതിന്റെ കാര്യം? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉസ്താദിന്റെ വലത്തെ കൈ അനങ്ങാത്ത രൂപം കണ്ടപ്പോ ഞാൻ അല്ലാഹുവിനോട് ആ വിഷയത്തിൽ ശഫാഅത്ത് ചോദിക്കുകയാണ്. എന്റെ ശഫാഅത്ത് കേട്ടപ്പോൾ എല്ലാ ഔലിയാക്കളും ഇതേ വിഷയത്തിൽ അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തി. എന്റെ ഉസ്താദിന്റെ വലത്തെ കൈയിന് നല്ല സ്വാധീനവും ശക്തിയും അല്ലാഹു തിരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു തിരിച്ചു പോന്നു. പക്ഷേ മഹാനവർകൾ ദർസ് നടത്തുന്ന സ്ഥലത്തെത്തിയപ്പോ ഈ ഖബറിനകത്തുള്ള ഹമ്മാദുദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട പലരും അത് എതിർത്തു. അങ്ങനെ ഉണ്ടാവൂല, അത് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഈ മദ്രസയിൽ നിന്ന് പുറത്തു പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം, ഇതിന്റെ മുറ്റത്ത് തന്നെ നിൽക്കണം. ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ പറ്റുന്ന രണ്ട് സാക്ഷികൾ വന്നിട്ട് റിപ്പോർട്ട് കേട്ടിട്ടേ നിങ്ങൾ പോകാവൂ, അല്ലാതെ നിങ്ങൾ പോകരുത്. എത്ര സമയം നിങ്ങൾ കാത്തു നിൽക്കേണ്ടി വന്നാലും ഇവിടെ നിൽക്കണം. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ട് വലിയ പണ്ഡിതന്മാർ, ഒന്ന് ബഹുമാനപ്പെട്ട ശൈഖ് യൂസുഫുൽ ഹമദാനി റളിയല്ലാഹു അൻഹു, വേറെ അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന വേറൊരു പണ്ഡിതനും, രണ്ടുപേരും വന്നിട്ട് പറഞ്ഞു, ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആ പറഞ്ഞത് ശരിയാണ്. ഹമ്മാദുദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിന് അല്ലാഹു തആല നല്ല സൗന്ദര്യവും സ്വാധീനവും മടക്കി കൊടുത്തു എന്ന് പറഞ്ഞതും നേരത്തെ അതിനുള്ള നിശ്ചലാവസ്ഥ പറഞ്ഞതും രണ്ടും ശരിയാണ്. അപ്പൊ ജനങ്ങളെല്ലാം ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മുന്നിൽ പോയി മാപ്പ് പറഞ്ഞു. എതിർത്ത ആളുകളൊക്കെ സമ്മതിച്ചു. പറഞ്ഞു വന്നത് ഖബറിന്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കിക്കാണാനുള്ള കഴിവ്, അത് മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാഹു നൽകുന്നതാണ്. ആ കഴിവുള്ളതും വലിയൊരു കഴിവ് തന്നെയാണ്. ഇവിടെ ഭൂമിക്കടിയിൽ നിന്ന് ഖുർആൻ ഓത്ത് കേട്ടില്ലേ സ്വഹാബി? തബാറക സൂറത്ത് ഓതുന്നത് കേട്ടിട്ടില്ലേ വിഷയം പോയി പറഞ്ഞത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അത് ശരിയാണ്. ഹിയൽ മാനിഅതു, ആ സൂറത്തിന് അൽ മാനിഅ എന്ന് പേരുണ്ട്, അത് തടയുന്ന സൂറത്താണ്. ഹിയൽ മുൻജിയാ, രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. തുൻജീഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് ആ സൂറത്ത് രക്ഷപ്പെടുത്തും. സഹോദരങ്ങളെ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഈ സൂറത്ത് വലിയ മഹത്വമുള്ള സൂറത്താണ്. ഈ സൂറത്ത് മുഴുവനും ഒറ്റയടിക്കാണ് അല്ലാഹു തആല ഇറക്കിയത്.
ഓരോ ഭാഗങ്ങൾ അവതരിപ്പിച്ചതല്ല. 30 സൂറത്തും ഒരുമിച്ചാണ് അല്ലാഹു തആല ഇറക്കി കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാത്രം ഇറക്കി കൊടുത്തൊരു സൂറത്തല്ല ഇത്. തൗറാത്തിലും ഉണ്ട്, ഇഞ്ചീലിലും ഉണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ മഹത്വം കഴിഞ്ഞ കാല മുഅ്മിനീങ്ങൾക്കൊക്കെ നൽകിയിട്ടുണ്ട്, നമുക്ക് മാത്രമല്ല. അതിനെ സംബന്ധിച്ചൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസ് കേട്ടപ്പോഴാണ് മദീനത്തുള്ള സർവ്വ ആളുകളും, മക്കയിൽ നിന്ന് അവതരിച്ച സൂറത്താണിത്, ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിന്റെ മഹത്വം പറയുന്നത് കേട്ടപ്പോ, ഒരൊറ്റ ഹദീസ് കേട്ടപ്പോ ആ നാട്ടിലുള്ള ചെറിയവരും വലിയവരും ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും അല്ലാത്തവരും ഒക്കെ ഈ സൂറത്ത് കാണാതെ പഠിച്ചുപോയി. കണ്ടിട്ടല്ല, കാണാതെ ഓതി പഠിച്ചുപോയി. കാണാതെ പഠിച്ചതിനൊക്കെ ഒരു സൗന്ദര്യം അനുഭവിക്കാൻ കഴിയുന്നത് ദുനിയാവെന്ന് മാത്രമല്ല ആഖിറത്തുനിന്നും കൂടിയാണ്. ഒറ്റക്ക് കിടക്കുന്ന ആ കിടത്തത്തിൽ ഈ സൂറത്തിന്റെ മഹത്വം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അതിനു മാത്രം ഈ സൂറത്തുമായി നമ്മുടെ ശരീരത്തിന് ആത്മബന്ധം വേണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ സൂറത്തിനോട് അത്രയും വലിയൊരു കണക്ഷൻ വേണം. എത്ര പരിപാടി ഉണ്ടായാലും, തിരക്കുണ്ടായാലും, പ്രോഗ്രാം ഉണ്ടായാലും ഒരു 30 സൂറത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് സാവകാശം ഓതിയിട്ട് തീരുന്ന ഒരു സൂറത്ത് നമ്മൾ മറന്നേക്കരുത്. ജീവിതത്തിൽ അത് പതിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മുൻഗാമികളിൽപ്പെട്ട ഒരാള് മരിച്ചു. അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് അദ്ദേഹത്തിനോടൊപ്പം ആകെ ഒരു തബാറക സൂറത്ത് മാത്രമേ ഉള്ളൂ. വേറൊന്നും കാര്യമായിട്ട് പരിചയമില്ല. ഈ ഉമ്മത്തിൽപ്പെട്ട ആളല്ല, മുൻഗാമികളിൽപ്പെട്ട ഒരാൾ. കുഴിയിൽ ഒറ്റക്ക് കിടക്കുന്ന കുഴിയിൽ കൊണ്ടുപോയി വെച്ചപ്പോ ഒന്നിങ്ങനെ ആലോചിച്ചു, നേരെ കൺമുന്നിൽ കാണുന്ന സ്ഥലം നമ്മെ നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നാ വരുന്നതെന്ന് ചോദിച്ചിട്ട്, പള്ളിന്റെ ചുറ്റുഭാഗത്തും കാണുന്ന സ്ഥലം എന്നും നമ്മളെ നോക്കുന്നുണ്ട്, വരാനായില്ലേ എന്ന നിലക്ക് ഒറ്റക്ക് കുഴിയിൽ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചപ്പോ ഈ സൂറത്തിന്റെ പ്രകാശം ആ ഒറ്റക്ക് കിടക്കുന്ന മനുഷ്യന്റെ മുഖത്തിങ്ങനെ ജ്വലിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ വന്നപ്പോ ഈ സൂറത്തിന്റെ പ്രകാശം കണ്ടപ്പോ മലക്കുകൾ പറഞ്ഞു, ഇന്നക മിൻ കിതാബില്ലാഹ് വഅന അക്റഹു ശിഖാഖക്. നീ അല്ലാഹുവിന്റെ കിതാബിൽപ്പെട്ട ഒരു സൂറത്തല്ലേ, നിന്നോട് എതിർക്കുന്നത് വിയോജിക്കുന്നത് എനിക്ക് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ വല്ലതും ചെയ്യണമെങ്കിൽ നീ ഒന്ന് മാറി നിൽക്കണം. സൂറത്ത് പറഞ്ഞു, ഈ മനുഷ്യനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഒരുങ്ങുന്നത്. സൂറത്ത് അവിടുന്ന് പറഞ്ഞു, റബ്ബേ ഇന്ന ഫുലാനൻ അമിദ ഇലയ്യ മിൻ ബൈനി കിതാബിക്. ഈ കിടക്കുന്ന ആള് നിന്റെ കിതാബിൽ നിന്ന് എന്നെ പ്രത്യേകം ലക്ഷ്യം വെച്ചു. ഫതഅല്ലമനി, എന്നെ പഠിച്ചു, എന്നെ നന്നായി ഓതി. അഫമുഹ്രിഖുഹു അൻത ബിന്നാർ വമുഅദ്ദിബുഹു വഅന ഫീ ജൗഫിഹി. തബാറക സൂറത്ത് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹ് ഞാൻ ആ മനുഷ്യന്റെ ഉള്ളിലുണ്ടായിരിക്കെ, എന്നെ കാണാതെ പഠിച്ച ഈ വ്യക്തിയുടെ ഉള്ളിൽ ഞാൻ ഉണ്ടായിരിക്കെ, ഈ മനുഷ്യനെ നീ ശിക്ഷിക്കുകയാണോ, ഖരിക്കുകയാണോ? അങ്ങനെ നീ ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ ഫംഹുനി മിൻ കിതാബിക്, നിന്റെ കിതാബിൽ നിന്ന് എന്നെ മായ്ച്ചു കളയണേ അല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ല, നിന്റെ ശഫാഅത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. സൂറത്തുൽ മുൽക്ക് ആ മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ മനുഷ്യൻ ഒരുപാട് ഓതിയ നാവില്ലേ, ആ മനുഷ്യന്റെ വായയില്ലേ, വായന്റെ ഭാഗത്ത് വന്നുകൊണ്ട് സൂറത്തുൽ മുൽക്ക് പറയുന്നു, മർഹബം ബിഹാദൽ ഫമി ഫറുബ്ബമാ തലാനി. എന്തൊരു നാവാണ് ഈ നാവ്, എന്തൊരു വായയാണ് ഈ വായ, എത്രയാണ് എന്നെ ഓതിയത്. വമർഹബം ബിഹാദസ് സ്വബിരി ഫറുബ്ബമാ വഅനി. ഈ
ഈ നെഞ്ചിന് സന്തോഷം, ഈ കാണുന്ന ഈ മനുഷ്യന്റെ മനസ്സിന് സന്തോഷം. എന്നെ കാണാതെ പഠിച്ചല്ലോ. വമർഹബം ബിഹാതൈനിൽ ഖദമൈൻ, ഈ രണ്ട് കാലിനും സന്തോഷം. ഫറുബ്ബമാ ഖാമതാ ബി, എന്നെ ഓതുമ്പോ ചിലപ്പോഴൊക്കെ നിന്നുകൊണ്ട് ഓതിയിട്ടുണ്ട്. അപ്പൊ എന്നെ ഓതാൻ വേണ്ടിയല്ലേ രണ്ട് കാലും കൊണ്ട് നിന്നത്. എന്നിട്ട് ഖബറിന്റെ ഏകാന്തതയില് നേരം പോക്കിന് വേണ്ടി ഈ സൂറത്ത് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ മനുഷ്യന് ഖബറിന്റെ ഏകാന്തതയിൽ, ഇവിടെ നിങ്ങൾ നോക്ക്, ഒറ്റക്ക് ഒരാൾക്ക് ഇരിക്കാനും ഇബാദത്ത് ചെയ്യാനും കുറെ നേരം ദിക്ർ ചെല്ലാനൊക്കെ പഴയ കാലത്തല്ല, ഇപ്പോ മടിയായിരിക്കും. പഴയകാലത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദിക്റുകൾ ഒറ്റക്ക് ചൊല്ലി തീർക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, മഹാന്മാർ. പഴയ കാലത്തെ പള്ളികളിൽ പോയാൽ അതിനു വേണ്ടി തന്നെ കെട്ടിയുണ്ടാക്കിയ ചില മുറികളെ കാണാം. പൊന്നാനിയും വെളിയങ്കോടൊക്കെ പോയി നോക്കൂ നിങ്ങൾ. ആ പള്ളിയുടെ ഉള്ളിൽ റിയാദക്ക് വേണ്ടി ദിക്ർ ചൊല്ലി തീർക്കാൻ, ഖുർആനിന്റെ ഖത്ം ഓതി തീർക്കാൻ വേണ്ടി വേറെ ബന്ധങ്ങളൊന്നുമില്ലാതെ ജമാഅത്തിന്റെ സമയമാകുമ്പോ പുറത്തു വന്ന് ജമാഅത്തിൽ സംബന്ധിക്കും, സുന്നത്ത് നിസ്കരിച്ച് വീണ്ടും അകത്തേക്ക് കയറും. അങ്ങനെ ദിവസങ്ങളോളം കഴിഞ്ഞുകൂടി എത്രയോ ആളുകൾ. ഒരു മണിക്കൂർ കിട്ടുമോ നമ്മളെ ശരീരത്തെ പിടിച്ചിരുത്താൻ? പ്രയാസം. ഒരു 10-20 മിനിറ്റ് ഓതുമ്പോഴേക്ക് നമ്മളെ കൈ അപ്പുറത്തുപ്പുറത്തുള്ള ഉപകരണങ്ങളിലൂടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു ഭാഗത്ത് ഓതുന്നുണ്ടാകും, ഒരു ഭാഗത്ത് നല്ല പണിയും നടക്കും, അല്ലേ? ഇപ്പുറത്ത് മൗലിദ് ഓതാണ്, മൗലിദ് നാവുകൊണ്ട് ഇങ്ങനെ ഓതാണ്, കൽബുകൊണ്ട് മെസ്സേജ് ഇങ്ങനെ വായിക്കുവാണ്. രണ്ട് ശോല. നാവുകൊണ്ട് മൗലിദ് അങ്ങനെ ഓതുന്നു, മനസ്സുകൊണ്ട് മെസ്സേജ് വായിക്കുന്നു. എത്ര മെസ്സേജ് ആവുന്ന അത്രയും. ഒന്ന് അതിലേക്കൊന്ന് മനസ്സിരുത്തി ചൊല്ലാൻ പോലും കുറച്ചു നേരം ഇരിക്കാൻ നമ്മുടെ ശരീരത്തെ പിടിച്ചിരുത്താൻ വലിയൊരു പ്രയാസം. ആ ഏകാന്തതയിൽ നേരം പോക്കിന് ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ സന്തോഷം എന്തെങ്കിലും ഉണ്ടാകും? ഒന്നൊന്ന് വിലയിരുത്തി നോക്കിയാൽ എത്രമാത്രം വലിയൊരു സ്ഥലമാണ് ആ ഖബർ. ആ ഖബറിന്റെ ഉള്ളില് സഹോദരങ്ങളെ നമ്മളെ കിടത്തുന്നത് ചെരിച്ചാണെങ്കിലും മലർന്നിട്ട് കിടക്കാനും ഇരിക്കാനും നിൽക്കാനും ഒക്കെ വിശാലത ചെയ്യപ്പെടേണ്ട ആളുകൾ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഖബറുകളും ഒരുപോലെയല്ല. മുകൾ നോക്കിയാലൊക്കെ ഒരുപോലെയാണ്, അകം നോക്കിയാൽ പലതും പല രൂപത്തിലാണ്. എല്ലാം ഒരുപോലെ. ഈ മനുഷ്യന് ഖബറിന്റെ ഏകാന്തതയിൽ നേരം പോക്കിന് വേണ്ടി ഏകാന്തത അനുഭവപ്പെടുന്നത് എന്ന് കരുതിയിട്ട് നേരം പോക്കിന് വേണ്ടി ആ സൂറത്ത് കൂടെ ഉണ്ടാകും. ഈ ഹദീസ് അങ്ങ് പറഞ്ഞപ്പോൾ ലം യബ്ഖ സഗീറുൻ വലാ കബീറുൻ വലാ ഹുറുൻ വലാ അബ്ദുൻ ഇല്ലാ തഅല്ലമഹാ. മദീനയിലെ ചെറുതും വലുതും അടിമകളും സ്വതന്ത്രരും ആണും പെണ്ണും എല്ലാവരും തബാറക സൂറത്ത് പഠിച്ചു. എല്ലാവരും അത് ഓതാൻ വേണ്ടി പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം കൂടിയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, തബാറക സൂറത്ത് കാണാതെ പഠിക്കുന്നത്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. കുട്ടികൾ കണ്ടില്ലേ, നിങ്ങൾ കാണാതെ ഓതി പഠിക്കുന്ന തബാറക സൂറത്ത്. ചെറുപ്പത്തിൽ തന്നെ അവരത് പഠിച്ച് ശീലമാക്കി വരുന്നു. ഓതിയാൽ തന്നെ, നിത്യമായി ഓതിയാൽ തന്നെ കാണാതെ പഠിയും. തബാറക സൂറത്തിന്റെ മഹത്വം പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, അലാ അത്ഹഫുക ബിഹദീസിൻ തഫറഹു ബിഹി. സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ഹദീസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നല്ല സന്തോഷമുള്ള ഒരു ഹദീസാണ്. കേട്ട ആള് പറഞ്ഞു, ബലാ, പറഞ്ഞോളൂ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖ്റ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്ത് നീ ഓതണം. വഅല്ലിംഹാ അഹ്ലക, നിന്റെ വീട്ടുകാർക്ക് നീ അത് പഠിപ്പിക്കണം. വജമീഅ വലദിക, നിന്റെ മക്കൾക്ക് മുഴുവനും പഠിപ്പിക്കണം. വസിബിയാന ബൈതിക, നിന്റെ വീട്ടിലെ എല്ലാ കുട്ടികൾക്കും പഠിപ്പിക്കണം. വജീറാനക, നിന്റെ അയൽവാസികൾക്കും നീ പഠിപ്പിക്കണം. ഫഇന്നഹൽ മുൻജിയതു വൽ മുജാദിലതു യൗമൽ ഖിയാമ. മുജാദില, തർക്കിക്കുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത്. ഓതുന്ന ആൾക്ക് വേണ്ടി, ഓതിയ ആൾക്ക് വേണ്ടി തർക്കിക്കും. പടച്ച റബ്ബിന്റെ മുന്നിൽ പറയും, അല്ലാഹുവേ, കുഴപ്പങ്ങളൊക്കെ ആൾക്ക് ഒരുപാടുണ്ട്, ശരിയാ,
പക്ഷെ അയാളെ നരകത്തിലേക്ക് വിടാൻ പറ്റില്ല. എന്നെ ഓതിയ ആളാണ്, എല്ലാ ദിവസവും അതിനു വേണ്ടി രാത്രി കുറച്ച് ടൈം ചെലവഴിച്ച ആളാണ്. നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടും. ഇത് ഓതിയ ആളെ നരകശിക്ഷയിൽ കടത്തരുത്, നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടും. ഖബർ ശിക്ഷയിൽ നിന്നും ഇത് ഓതിയ ആള് രക്ഷപ്പെടും. ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഞാനത് വിശദീകരിക്കുന്നില്ല, നമുക്ക് അനുഭവിച്ചാലും കേട്ടാലും സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് ഖബറിലെ ശിക്ഷ. ഖബറിന്റെ ശിക്ഷ ചെറുതൊന്നുമല്ല, വളരെ ഗൗരവതരമാണ് ഖബറിന്റെ ഉള്ളിലുള്ള അദാബ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോ കരഞ്ഞിരുന്നത് വെറുതെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖബറിനകത്ത് അദാബൊന്നും ഇല്ലാതെ ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ ശേഷമുള്ള ജീവിതം മഹ്ശറിലേക്ക് വന്നിട്ടും മറ്റുമൊക്കെ എളുപ്പമാണ്. ഖബറിന്റെ ഉള്ളിൽ തന്നെ കുടുങ്ങിയ ആളാണോ, പരീക്ഷണം അനുഭവിക്കേണ്ടി വന്ന അദാബ് അനുഭവിക്കേണ്ടി വന്ന ആളാണോ, ശേഷമുള്ളത് വല്ലാത്ത പ്രയാസമാണ്, രക്ഷപ്പെടാൻ കഴിയില്ല. ആ ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ നൽകുന്ന സൂറത്ത്. ഈ വിഷയം ഇങ്ങനെ പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സൂറത്തിന്റെ മഹത്വം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലവദിത്തു അന്നഹാ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മതി, എന്റെ സമുദായത്തിലെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ സൂറത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കാണാതെ പഠിക്കണം. അത് നമ്മുടെ ഒരു ആഗ്രഹമല്ല, നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്താൽ, നിറവേറ്റി കൊടുത്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അവിടുന്ന് ആഗ്രഹിച്ചൊരാഗ്രഹം അത് നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുന്നത് തങ്ങളോടുള്ള മഹബത്തിന്റെ വലിയൊരു അടയാളം കൂടിയാണ്. അതുകൊണ്ടല്ലേ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞത്, ആശൂറ നോമ്പ് മാത്രം നോറ്റുകൊണ്ട് നീ നിർത്തരുത്, താസുആ നീ നോൽക്കണം. എന്തേ താസുആ നോൽക്കാണെന്ന് പറയാൻ കാരണം, 9 മുഹറം 9 നോമ്പ് അതല്ലേ താസുആ. ആശൂറ നോമ്പാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോറ്റത്, താസുആ നോറ്റിട്ടില്ല. പക്ഷെ നോൽക്കാൻ വേണ്ടി തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ച നോമ്പാണ് മുഹറം 9 നോമ്പ്. സംഗതി വശാൽ 9 നോക്കാൻ നിനക്ക് പറ്റിയില്ല, എന്നാ പിന്നെ 10ഉം 11എങ്കിലും നോൽക്കണം. 10 മാത്രം നോറ്റ് നിർത്തരുത്. ഒരു നോമ്പ് മാത്രമാക്കാതെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു നോമ്പ് നോൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ച ആഗ്രഹം 9 തന്നെ കഴിയോ, എന്നാ വലിയ മഹത്വം തന്നെ. അപ്പൊ അവിടുന്ന് ആഗ്രഹിച്ച ആഗ്രഹം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുക, നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് അവിടുത്തെയോടുള്ള മഹബത്തിന്റെ ഒരു കാര്യം കൂടിയാണ്. ആ മഹബത്തിന്റെ ഒരു അടയാളമാണ് തബാറക സൂറത്ത് കാണാതെ പഠിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കുട്ടികൾ കാണാതെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഓദിപ്പിച്ചു നോക്കണം. രക്ഷിതാക്കൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. ഉസ്താദുമാരിലേക്ക് കൊണ്ട് പറഞ്ഞേച്ചാ പോരാ, കുട്ടികളെ ഓത്തി ഇരുന്ന് കേൾക്കണം. ഉസ്താദെ അതിന് ഒഴിവില്ല, ഒഴിവുണ്ടാക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരി ഒഴിവുണ്ടാക്കിയതുപോലെ ഒഴിവുണ്ടാക്കണം. എല്ലാ കുട്ടികളെയും ഓത്ത് കേൾക്കാൻ വേണ്ടി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആയാൽ മഹാനവറുകൾ ഓതേണ്ട അൽക്കഫൊക്കെ ഓതി സ്വലാത്തൊക്കെ കുറെ ചൊല്ലിയ ശേഷം കുട്ടികൾ അങ്ങനെ വരി വരിയായി വിളിക്കും. ആദ്യം വലിയ കുട്ടിയെ, പിന്നെ രണ്ടാമത്തെ ആളെ, പിന്നെ അടുത്ത ആളെ, എല്ലാവരെയും വിളിച്ചിട്ട് ഖുർആൻ ഓതിപ്പിക്കും. പഠിച്ച ഭാഗങ്ങൾ നന്നായി ശ്രവിക്കും. ഓത്ത് പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും രക്ഷിതാക്കളോട്, ഉപ്പമാരോട് ഞാൻ പറയട്ടെ, അവരടുത്തിരുന്നു കൊണ്ട് ഖുർആൻ ഒന്ന് കേൾക്കാനുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തണം. ബാപ്പമാരില്ലെങ്കിൽ വല്യപ്പാർക്കാണ് ആ ഡ്യൂട്ടി. ബാപ്പാര് പക്ഷേ വിദേശത്തുള്ളവരുണ്ടാവും. മക്കളെ നമ്മളെ ഏൽപ്പിച്ചു പോയിട്ടുണ്ടാവും. നമുക്കുള്ള ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഇതാണ്. താരാട്ട് പാടൽ മാത്രല്ല, കളിപ്പിക്കലും രസിപ്പിക്കലൊക്കെ നല്ലതാണ്, കുട്ടികളെ കൂടെ കൂടിയിട്ട്. അത് മാത്രം പോരാ, കാര്യത്തിലും വേണം. ഒരു ഓത്ത് കേൾക്കണം. അവരെഴുതുന്ന എഴുത്ത് നോക്കണം, പഠിക്കുന്ന പാഠങ്ങൾ നോക്കണം. അതൊക്കെ നമ്മളെ ഒരു കർത്തവ്യമാണ്, നമ്മൾ നിർവഹിക്കണം. മോനെ എന്താ മദ്രസയിൽ നിന്ന് കാണാതെ പഠിക്കാൻ പറഞ്ഞു, സൂറത്ത് ഓദിക്കാം. അപ്പൊ കുട്ടി പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ തുടങ്ങിക്കോട്ടെ. എത്ര ആയത്തായി? 4 ആയത്തായി. 4 ആയത്ത് ഓദിച്ചു.
പിറ്റത്തെ ആഴ്ച ആയപ്പോൾ 10 ആയത്തായി, 10 ആയത്തും ഓതി കേട്ടു. അങ്ങനെ അങ്ങോട്ട് തബാറക സൂറത്ത് 30 ആയത്തും ഓതി കാണാതെ പഠിച്ചത് നമുക്കൊണ്ട് ഓതി തരുമ്പോ എന്തൊരു സന്തോഷാണ്. നമ്മളെക്കാൾ അധികം ആ വിഷയത്തിൽ സന്തോഷിക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കാണാതെ പഠിക്കാൻ കഴിയുന്നവരൊക്കെ തബാറക സൂറത്ത് കാണാതെ പഠിക്കണം. അത്രയും വലിയ മഹത്വമുള്ള ഒരു സൂറത്ത് നമ്മൾ കാണാതെ പഠിക്കാതെ പോകരുത്. നാളെ ഖബറിലെത്തുമ്പോ സന്തോഷം തരുന്ന, ആഖിറത്തിലെത്തുമ്പോ സന്തോഷം തരുന്ന നല്ല ഒരു സൂറത്താണ് തബാറക സൂറത്ത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിന്റെ മഹത്വം പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസും കൂടി പറഞ്ഞ് ഞാൻ നേരെ തഫ്സീറിലേക്ക് കടക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു അത്ഭുതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു അത്ഭുത വാർത്ത ഞാൻ കേട്ടത്. മഹാനവർകൾ പറയാണ്, കൂടുതൽ തെറ്റ് ചെയ്തൊരു മനുഷ്യൻ മരണപ്പെട്ടു പോയി. കൂടുതൽ തെറ്റയാൾ ചെയ്തിട്ടുണ്ട്. കാന കസീറ ദുനൂബി മുസ്രിഫൻ അലാ നഫ്സിഹി, ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ശരീരത്തിന് ആ തെറ്റുകുറ്റങ്ങളുടെ ഭാരം നൽകി മരണപ്പെട്ടു പോയൊരു വ്യക്തി ഖബറിൽ അദ്ദേഹം ചെന്ന് കിടക്കുമ്പോ തലഭാഗത്തിലൂടെയും കാൽഭാഗത്തിലൂടെയും ഒക്കെ ശിക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ ഒരുങ്ങുമ്പോ അഖ്ബലത്തി സൂറത്തുൽ ലതീഫി ഹത്തൈർ, പക്ഷിയെ പറ്റി പറയുന്ന സൂറത്ത് തബാറക സൂറത്താണ്. പക്ഷിയുടെ ചില വിഷയങ്ങൾ അല്ലാഹു പക്ഷികൾക്ക് നൽകിയ വിഷയങ്ങളും കഴിവുകളൊക്കെ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ചുള്ള ദൃഷ്ടാന്തമായി പഠിപ്പിക്കുന്നുണ്ട് തബാറക സൂറത്തിൽ. ആ തബാറക സൂറത്ത് വരുന്നു, തുജാദിലു അൻഹുൽ അദാബ്, ഈ മനുഷ്യനെ ശിക്ഷിക്കാൻ വിട്ടുകൊടുക്കാതെ തർക്കിക്കുകയാണ്. അന്നഹു കാന യുഹാഫിദു അലയ്യ, ഇയാളെന്നെ പതിവായി ഓതുന്ന ആളാണ്. വഖദ് വഅദനി റബ്ബി അന്നഹു മൻ വാളബ അലയ്യ അല്ലാ യുഅദ്ദിബഹു, റബ്ബനോട് ചെയ്തൊരു വാഗ്ദത്തമുണ്ട്, എന്നെ പതിവാക്കിയവരെ ശിക്ഷിക്കൂലാന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശിക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിക്കരുത്. ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന മലക്കുകളോട് പിരിഞ്ഞു പോകാൻ പറയുന്നു. സർവ മുഹാജിറുകളും അൻസാറുകളും തബാറക സൂറത്ത് പഠിക്കുകയും മക്കൾക്ക് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്വഹാബത്ത് പറയുന്നൊരു വാക്കുണ്ട്, അൽ മഗ്ബൂനു മല്ലം യതഅല്ലംഹാ, തബാറക പഠിക്കാത്തവൻ നഷ്ടം സംഭവിച്ചവനാണ്. അൽ മഗ്ബൂനു മല്ലം യതഅല്ലംഹാ, അൻസാറുകളും മുഹാജിറുകളും സാധാരണ പറയുന്നൊരു വാക്കാണ്. തബാറക പഠിക്കാത്തവൻ, ഓതി പഠിക്കാത്തവരെ പറ്റിയാണ് ആ പറഞ്ഞത്. ആശയങ്ങൾ വ്യക്തമായി എല്ലാവർക്കും അറിഞ്ഞോളണം എന്നില്ല, അറിയൽ നിർബന്ധവുമില്ല, പക്ഷേ അറിയൽ സുന്നത്തുണ്ട്. ഓതുന്നതിന് ഇഖ്ലാസ് കൂടാനും ചിന്തിച്ചു ഓതാനും ഒക്കെ നല്ലതാണ്. അർത്ഥം അറിയുന്നതും പഠിക്കുന്നതും, വിശുദ്ധ ഖുർആനിന്റെ സാരാംശങ്ങൾ പഠിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഓതി പഠിക്കാത്തവരെ പറ്റിയാണ് ഈ പറഞ്ഞത്. അൽ മഗ്ബൂനു മല്ലം യതഅല്ലംഹാ, തബാറക പഠിക്കാത്തവന് നഷ്ടം തന്നെ. ഉസ്താദെ, പ്രായം ഒരു 19 ഇനി എങ്ങനെ പഠിക്കാം? പ്രായഭേദമന്യേ പഠിപ്പിക്കാൻ ഉസ്താദ്മാർ ഒരുക്കാണ്. നിങ്ങൾ വന്നാൽ മതി, ആരോടും പറയാതെ സ്വകാര്യമായിട്ട് അവർ ഓതിത്തരും. അതിനെ പറ്റി റൂമൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ആർക്കും പ്രവേശനമല്ല. ഒരു ചെറിയ കാര്യം സ്വകാര്യത്തിൽ അരമണിക്കൂർ സംസാരിക്കാണ്ട് 2 സൂറത്ത് വീതം ഓതി കേട്ടങ്ങനെ പഠിച്ചു. തബാറക ഓതുന്ന നമ്മളെ കയ്യിലൊക്കെ ഉള്ള ഉപകരണങ്ങളുണ്ടല്ലോ. തബാറക സൂറത്ത് ഓതുന്നത് ഇങ്ങനെ കേൾക്കാലോ, എങ്ങനെയൊക്കെ ഓതുന്നത്. അങ്ങനെ തന്നെ എനിക്കും കേട്ട് ഓതണം. പിന്നെയും ഓത്ത് ശരിയാകുന്നില്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ മുന്നിൽ നേർക്ക് നേരെ എത്തിയിട്ട് ഉസ്താദെ ഞാനൊന്ന് ഓതിത്തരാം, ശരിയാണോ നോക്കണം. തെറ്റൊക്കെ ഉണ്ടാകും, ഉസ്താദ് തിരുത്തി തന്നാ മതി. ശരി, നിങ്ങൾ ഓതിക്കോളി, ഒരു പ്രശ്നമില്ല, ഞാൻ തിരുത്തി തരാം. അങ്ങനെ അവർ തിരുത്തി തന്നു. നമ്മൾ ഓത്ത് റെഡിയായി. തബാറക അങ്ങോട്ട് കാണാതെ പഠിച്ചു, അല്ലെങ്കിൽ ഓതാനെങ്കിലും പഠിച്ചു. വലിയ ഭാഗ്യമാണ്. തബാറക ഓതണം, എന്നും ഓതണം. അതിന്റെ മഹത്വം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലഭിക്കണം. അല്ലാഹു നൽകുമാറാകട്ടെ. ആ തബാറക സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള പഠനം, ഏറ്റവും വലിയ പഠനതാണ്. നമ്മൾ ഏറ്റവും അറിയേണ്ടത് സൃഷ്ടാവായ റബ്ബിനെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ ഖുദ്റത്ത്, അല്ലാഹുവിന്റെ കഴിവ്, അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ, അതിന്റെ പാഠങ്ങൾ, പഠനങ്ങൾ പഠിക്കേണ്ടതാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്.
ആ അറിവാണ് നമ്മെ പഠിപ്പിക്കുന്നത്.